സ്വന്തം ശരീരത്തിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു വളരെ ചെറിയ ഒരു വെൽക്കം ടു മായാസ് കിച്ചൺ സീക്രട്സ്. ഒരു മരുന്നുകഞ്ഞി ഇല്ലാതെ എന്ത് കർക്കിടക മാസം. എൻ്റെ ഹസ്ബൻഡാണ്, റിട്ടയർഡ് ആർമി ഓഫീസറാണ്. അപ്പോൾ എൻ്റെ കൂടെ കഞ്ഞി ഉണ്ടാക്കാമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് കഞ്ഞി ഉണ്ടാക്കുന്നത്. കർക്കിടക മാസം മലയാളത്തിലെ പഞ്ഞമാസം എന്നറിയപ്പെടുന്ന മാസമാണ്. ആയുർവേദ വിധി പ്രകാരം എല്ലാവിധ ഔഷധ പ്രയോഗങ്ങൾക്കും പറ്റിയ മാസമാണ്. ഒന്ന്, മഴ കാരണം നല്ല തണുപ്പുണ്ട്, വിയർക്കുകയില്ല. ആളുകൾക്കൊക്കെ ഒരു ജോലികളൊക്കെ കുറവുണ്ട്, അവർക്ക് സമാധാനം റെസ്റ്റ് എടുക്കാനുള്ള സമയമുള്ള മാസമാണ്. അതാണ് ആയുർവേദത്തിൽ ഔഷധ പ്രയോഗങ്ങൾക്ക് നല്ല കാലമായി വിധിച്ചിരിക്കുന്നത്. ആ സമയത്താണ് എല്ലാവരും നമ്മുടെ തിരുമ്മല്, വീഴ്ചില് എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സമയമായി കാണുന്നു, ചെയ്തു വരുന്നത്. അങ്ങനെയുള്ള ഔഷധ പ്രയോഗങ്ങളിൽ ഒന്നാണ് ഈ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. കർക്കിടക കഞ്ഞി എന്ന് പറയും, അല്ലെങ്കിൽ ഔഷധ കഞ്ഞി എന്ന് പറയും. ഇന്ന് ഇവിടെ മായാസ് കിച്ചൺ സീക്രട്സിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു തരം കർക്കിടക കഞ്ഞിയുടെ കൂട്ടുകളും അവയുടെ ചേരുവകളും അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ. ആദ്യമായി ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ടോട്ടൽ 9 ഐറ്റംസ് ഉണ്ട്. ആദ്യം ഇത് നവരേരി, ചെറുപയർ, നുറുക്ക് ഗോതമ്പ്, ഉലുവ, ആശാളി, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഒരു 3 ബദാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് തഴുതാമ. ഇതാണ് തഴുതാമ. നമ്മുടെ പറമ്പിലൊക്കെ വളരെ സുലഭമായി കാണുന്നതാണ് തഴുതാമ. ഇങ്ങനെ വള്ളി പോലെ കിടക്കും, ചെറിയ ചെറിയ ഇലകളുമായിട്ട്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ പ്രയാസമൊന്നുമില്ല. നമുക്ക് സൂം ചെയ്ത് കാണിക്കും. നല്ല വലിയ ഇലയൊക്കെ കണ്ടാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ഏതൊരു പറമ്പിലും ധാരാളം കാണുന്ന ആണ് തഴുതാമ. ഇത് പറിച്ചിട്ടുണ്ട്. ഇത് നല്ലവണ്ണം കഴുകിയിട്ട് ഒരു 1/2 കപ്പ് ഇതിൻ്റെ ഇല മാത്രം എടുക്കണം. അപ്പോൾ ഇത് 3 വട്ടം നല്ലവണ്ണം കഴുകിയിട്ടുണ്ട്. നമ്മളെല്ലാ സാധനങ്ങളും ഇതിനകത്തിട്ട് 3 വട്ടം നല്ലവണ്ണം കഴുകിയെടുത്ത കൂട്ടാണിത്. ഇനി ഇത് നമ്മൾ ഒരു ചെമ്പ് കലത്തിൽ വെള്ളമെടുത്ത് തീ കത്തിച്ച് അതിലേക്ക് ആദ്യം ഇതിട്ട് വേവിക്കാൻ പോകുക. ഞങ്ങളുടെ പുകയില്ലാത്ത അടുപ്പ്. ഇത് ചെമ്പ് കലത്തിൽ ഞങ്ങൾ ഏതാണ്ട് ഒരു 2 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. അടിയിൽ നമ്മുടെ സാധാരണ വിറക് കുതുമ്പും വെച്ചിട്ടാണ് കത്തിക്കുന്നത്. വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ കഴുകി വെച്ചിരിക്കുന്ന അരിയുടെ കൂട്ട് നിരത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെമ്പകത്തിൽ വെള്ളം വെച്ചു, താഴെ വിറക് കത്തിച്ച് തീ കൊടുത്തു, വെള്ളം തിളച്ചു തുടങ്ങി. ആ വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ ഞവരേരി കൂട്ടും ഇടണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ അരി ഇട്ടിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇടുന്നു. പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ 3 അല്ലി വെളുത്തുള്ളി ഇടും. വീണ്ടും അടച്ചു വെച്ച് നമ്മളൊരു പകുതി വേവായിട്ടുണ്ട് അരിയൊക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. സാധാരണ ഔഷധക്കഞ്ഞിയുടെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതിനൊരു ഔഷധ കൂട്ട് കിട്ടും. അതിൽ ഒരു പൗഡറുണ്ട്. അതിന് പകരം ഞങ്ങൾ ഇതൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ അയമോദകം, അല്പം മഞ്ഞൾ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നേരത്തെ കാണിച്ച ബദാം പൊടിച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ തഴുതാമയില, ഒരു 1/2 കപ്പ് തഴുതാമയില മുറിച്ച് ചേർക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇതുവരെ പറയാതിരുന്ന ഒരു കാര്യം കൂടെയുണ്ട്. 1/2 മുറി തേങ്ങയുടെ ഇത് 1-ാം പാലും 2-ാം പാലും. അരി പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്ക് 2-ാം പാൽ ആദ്യം ചേർക്കണം. 2-ാം പാൽ ചേർത്ത് തിളച്ച് കഴിഞ്ഞിട്ട് മതി 1-ാം പാൽ ചേർക്കാൻ. 2-ാം പാലും പിന്നെ ഈ കാണിച്ച കൂട്ടുകളെല്ലാം നമുക്ക് അരി പകുതി വെന്ത് കഴിയുമ്പോൾ ചേർക്കേണ്ടതാണ്. ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. 2-ാം പാൽ, തഴുതാമയില,
പച്ചവെള്ളം കൂടി, ജീരകം പൊടിച്ചത്, അല്പം മഞ്ഞൾ, അയമോദകം, ബദാം പൊടിച്ചത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി കലം അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ കഞ്ഞി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഞ്ഞി. ഇനി ഇത് ഒരു സെർവിംഗ് ബൗളിലേക്ക് എടുക്കാം. കർക്കിടക കഞ്ഞി തയ്യാറായിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ പുതിയതാകുന്നു. നല്ല കളറുണ്ട്, നല്ല തിക്നെസ്, നല്ല സുന്ദരമായ കഞ്ഞി കണ്ടിട്ട് വളരെ മനോഹരമായിട്ടിരിപ്പുണ്ട്. ഇനി ആസ് ദ സെയിങ് ഈസ് ദി പ്രൂഫ് ഓഫ് ദ പുഡിംഗ് ഈസ് ഇൻ ദ ഈറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നല്ല കഞ്ഞിയാണ്. അതിൻ്റെ മണം തന്നെയുണ്ട് കേട്ടോ. മണം നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. നല്ലൊരു ഫ്ലേവറാണ്. ഇതിപ്പം ഞങ്ങൾ വെച്ചത് കൊണ്ട് പറയുന്നതല്ല, ഇത് ഇങ്ങനെ വെച്ച് നോക്കുന്ന ആർക്കും അത് മനസ്സിലാവും. ഇത് അതിശയിക്കുന്നതല്ല. ഇതുപോലൊരു കർക്കിടക കഞ്ഞി ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പോൾ കർക്കിടക കഞ്ഞി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടത് എൻ്റെ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.